രുചിഭേദങ്ങൾ. എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് സദ്യയുടെ വിഭവങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് കട്ടിക്കാളൻ അഥവാ കുറുക്കുകാളൻ എന്നും പറയും, മറ്റൊന്ന് സദ്യയിൽ ഉണ്ടാക്കാറുള്ള മസാലക്കറിയാണ്. അപ്പോൾ രണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വിഭവങ്ങളാണ്, മാത്രമല്ല ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം നമുക്ക് കുറുക്കുകാളൻ എങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. കുറുക്കുകാളൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട രണ്ട് പച്ചക്കറികളാണ്, ചേനയും അതുപോലെ തന്നെ നേന്ത്രക്കായും. അപ്പോൾ ഞാനിന്ന് ഇവിടെ എടുക്കുന്നത് 3 നേന്ത്രക്കായയാണ്. ഇത് വളരെ ചെറുതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചേനയും. അപ്പോൾ ഇത് പഴുത്തിട്ടില്ല, തോല് മാത്രമേ നിറം വന്നിട്ടുള്ളൂ. പഴുക്കാത്ത നേന്ത്രക്കായ വേണം എടുക്കാനായിട്ട്. ഇത് ഇന്നലെ കൊണ്ടുവന്നേ ഉള്ളൂ, അപ്പോഴേക്കും അതിൻ്റെ നിറം മാറിയിരിക്കണു. എന്നാലും സാരില്ല, നല്ല സ്റ്റിഫായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉപയോഗിക്കാം അതിനായിട്ട്. അപ്പോൾ ഇനി ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് നേന്ത്രക്കായ കിട്ടിയില്ലെങ്കിൽ വാഴയ്ക്ക ഉണ്ടല്ലോ, അതുകൊണ്ടും ഉണ്ടാക്കാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് നേന്ത്രക്കായക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇത് ഉടഞ്ഞു പോകാൻ നിൽക്കരുത്. അതുപോലെ തന്നെ ഇത് വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കാം, ഒരു വിസിലിന് കേട്ടോ. ഒരുപാട് വെന്തുടയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ ഞാനിത് പ്രഷർ കുക്കറിലാണ് വേവിച്ചെടുക്കാറ്. നിങ്ങൾക്ക് വേണ്ടിയാണ് ഓപ്പൺ പാനിൽ ഇന്ന് ചെയ്ത് കാണിക്കണേ. ഇത് വേവണ നേരം കൊണ്ട് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഞാൻ വെള്ളത്തിന് പകരമായിട്ട് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ അരച്ചെടുക്കണേ കേട്ടോ. അവിയലിനാണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയാണ് ചെയ്യാറ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല മഷി പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഒന്ന് 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ, അതിട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ വേറൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സദ്യ റെസിപ്പീസ് എന്ന് പറഞ്ഞ് ഇട്ടിട്ടുണ്ട്. അതിൽ ഒരുവിധപ്പെട്ട എല്ലാ സദ്യയുടെ റെസിപ്പീസും ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക, അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ കുറച്ചുകൂടെ തൈര് വേണം തോന്നിയത് കൊണ്ട് ഒരു 1/4 കപ്പ് തൈര് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും. അതിന് ശേഷം വാങ്ങി വയ്ക്കാം. കാരണം ഒന്ന് തിളച്ചാൽ മതി കേട്ടോ, ഒരുപാട് തിളപ്പിക്കാൻ നിൽക്കരുത്. ആ തേങ്ങയുടെയും ജീരകത്തിൻ്റെയും പച്ചമണം ഒന്ന് പോയി കിട്ടിയാൽ മതി. ഇതിന് ഒരുപാട് നേരം അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിർത്തിയാൽ മതി. അത് കറക്റ്റായിരിക്കും നമ്മൾ ഇലയിൽ വിളമ്പണ സമയത്ത്. അപ്പോൾ ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സദ്യ സമയത്ത് അങ്ങനെയാണ് ചെയ്യാറ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക, 1/4 ടീസ്പൂൺ ഉലുവ ഇടാം, പിന്നെ ഒരു 2 കപ്പലമുളക് ഇട്ട് കൊടുക്കാം, പിന്നെ കുറച്ച് കറിവേപ്പിലയും. അതിന് ശേഷം നമുക്ക് ഈ കറിയിലേക്ക് താളിക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കുറുക്കുകാളൻ റെഡിയായി. എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അടുത്തത് സദ്യയിലൊക്കെ വിളമ്പാറുള്ള കട്ടിയായിട്ടുള്ള മസാലക്കറിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കണേ കാണാം. മസാലക്കറിക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ ഏകദേശം 2 കപ്പ് പച്ചക്കറികൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേതൊക്കെയാണെന്ന് പറയാം. ക്യാരറ്റ് ഒരു ചെറിയ കഷ്ണം, പിന്നെ ഉരുളക്കിഴങ്ങ് ഫ്രഷ് പീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രൈ പീസും ചേർക്കാം. അത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് കഴുകിയ ശേഷം പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലിന് വേവിച്ചെടുക്കണം. ഒരുപാട് കുഴഞ്ഞു പോകരുത്, അതിനാണ് 1 വിസിൽ പറയണത്. പച്ചക്കറികൾ വേവണ നേരം കൊണ്ട് ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് തേങ്ങ നല്ല ഡ്രൈ റോസ്റ്റ് ആക്കി എടുക്കാൻ പോവുകയാണ്. ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം നന്നായിട്ട് തണുത്ത ശേഷം ചെറിയ മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. അരച്ചെടുത്ത ശേഷം അത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനിവിടെ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്.
വെളിച്ചെണ്ണ തന്നെ ഇട്ട് കൊടുക്കണം, എന്നാലേ ഈ കറിക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സോട്ടായി കിട്ടും. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്താണ്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ പച്ചവാസനയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് സോട്ട് ചെയ്ത് എടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി നല്ല പേസ്റ്റ് പോലെ നല്ല കുഴമ്പ് രൂപത്തിലായിട്ട് വരണം കേട്ടോ, എന്നാലാണ് നന്നായിരിക്കുക. ഇത് കണ്ടില്ലേ, നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പച്ചക്കറികളുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ അധികം വെള്ളം ഒഴിക്കാത്തത് കൊണ്ട് എനിക്കതിൽ അധികം വെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പച്ചക്കറി വേവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഞാൻ ഉപ്പിടാൻ വിട്ടുപോയി, അതുകൊണ്ട് ഇപ്പോഴാണ് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ പച്ചക്കറി വേവിക്കുന്ന സമയത്ത് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടോ നോക്കിയിട്ട് വേണം വീണ്ടും ചേർക്കാനായിട്ട്. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നമ്മൾ ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാട്ടോ. അപ്പോൾ സദ്യയിലൊക്കെ വിളമ്പാറെന്ന് പറയുമ്പോൾ സൈഡ് ഡിഷ് ആകുമ്പോൾ നല്ല കട്ടിയായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഇത് വിളമ്പാറ്. നിങ്ങൾക്ക് ഇത് ചപ്പാത്തി പൊറോട്ടയ്ക്കൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് തേങ്ങാപ്പാൽ ചേർക്കുക ഒടുവിലായിട്ട്, അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇതിലേക്ക് തിളപ്പിച്ച് ഒഴിച്ചാലും മതി. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഫൈനലായിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയ ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ കുറുക്ക് കാളനും മസാലക്കറിയും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ കൊടുക്കാൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്.